ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ലോക്ക്ഡൗൺ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐസ്ക്രീം കണ്ടു നോക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീമാണ് എന്നിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു ഐസ്ക്രീം തന്നെയായിരിക്കും ഇത്. ഇതിലേക്ക് നമുക്ക് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിലുള്ള ചേരുവകളൊക്കെ തന്നെ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവറൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിരിക്കുമല്ലോ, അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഐസ്ക്രീം അല്ല, അപ്പോൾ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണേ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഒരു സ്റ്റീൽ പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതൊട്ടും കട്ടയില്ലാതെ തന്നെ മിക്സാക്കിയ ശേഷം നമുക്കിതൊരു സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. നമ്മൾ തീ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടി പിടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. എന്താ വെച്ചാൽ കൊക്കോ പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അടി പിടിക്കും. അപ്പോൾ അത് ആ പാലൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തൊന്നും കൂടെ ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീമിലേക്ക് ഒരു ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഓപ്ഷണലാണ്, ഈ സ്റ്റേജ് ഓപ്ഷണലാണ്. കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഓപ്ഷണലാണ്. അതിന് പകരം നിങ്ങൾക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും ഇല്ലെങ്കിൽ രണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആവുമെന്ന് മാത്രം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ 2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വലിയൊരു ബബിൾസൊക്കെ ആയി വരുന്ന സമയത്താണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഒരു കോൺഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം. കോൺഫ്ലവർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കുറുകി വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വന്നിട്ട് അതിങ്ങനെ കുറുകി വരുന്നുണ്ട്. കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ അത്ര പേടിക്കാനില്ല. വേറെ സ്റ്റീലിൻ്റെയോ അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും, അത് ശ്രദ്ധിക്കുക. അധികം നോൺ സ്റ്റിക്കിൻ്റെ തവയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നോക്കുക. മധുരമൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അത് നന്നായിട്ട് തണുത്ത ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കിത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് പുഡിങ് രീതിയിൽ, ചെറിയൊരു ലൂസായിട്ട് പുഡിങ് രീതിയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തിക്കായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. എന്നിട്ട് ഇതിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് 2 മിനിറ്റ് നേരം അടിച്ചെടുക്കുക. അതിനുശേഷം ഏത് ബൗളിലാണോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്, അപ്പോൾ ഞാനിപ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവാതിരിക്കുമൊന്നുമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ക്ലിം ഫിലിം വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഐസ്ക്രീമിൽ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ആ ചൂടോട് കൂടെ ചേർക്കരുത് കേട്ടോ ചോക്ലേറ്റ് ചിപ്സ്. അപ്പോൾ അത് മെൽട്ടായി പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെടുക്കുന്നുണ്ട് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 1/2 മണിക്കൂറിന് ശേഷം എടുക്കുന്നത് കുറച്ചൊന്ന് സെറ്റായിട്ട് വരുന്ന ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ ഈ ചോക്ലേറ്റ് ചിപ്സ് അടിയിലേക്ക് പോകില്ല. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും.
ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മിനിമം 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒന്നും ആയാലും കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ നേരം വെച്ച് അത് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതുപോലെ സ്കൂപ്പർ വെച്ചിട്ടൊന്നും സ്കൂപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സ്കൂപ്പ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ല കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ലോണം ഇഷ്ടമാവും. ഇവിടെ മോൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐസ്ക്രീം. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലേറെ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് മേലെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിഡിലൻ ഐസ്ക്രീമാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്